ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഉഗ്രൻ പലഹാരമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. ആക്ച്വലി ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിതിലൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചാണ്. ഇത് ഫ്രഷായിട്ട് വേറെ ഒന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്കിലും എനിക്ക് പറ്റിയ അബദ്ധം അത് നിങ്ങൾക്ക് പറ്റാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഞാൻ വീണ്ടും ഒന്ന് ആലോചിച്ചിട്ട് അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ എന്തായാലും പലഹാരം ഉഗ്രനാണ്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആദ്യം ഒരു കടായി ചൂടാക്കാൻ വയ്ക്കാം. കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു നേന്ത്രപ്പഴവും 1 കപ്പ് റവയും കുറച്ച് ശർക്കര പാനിയും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. സ്കൂൾ വിട്ടൊക്കെ പിള്ളേർ വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്ന് ഒരു സ്നാക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ എളുപ്പത്തിലുള്ള ഒരു പലഹാരമാണിത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിലിരുന്നത് ചെറിയ നേന്ത്രപ്പഴമായിരുന്നു. നിങ്ങൾ സാധാരണ ഒരു വലിയ പഴമൊക്കെ ആണെങ്കിൽ 1 മതിയാവും. 1 കപ്പ് റവയ്ക്ക് 1 മതിയാവും. പിന്നെ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് നെയ്യിലങ്ങ് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ കറക്റ്റ് ഒരേ ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് സിറപ്പ് രൂപത്തിലാക്കിയിട്ട് അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അതിന് കമ്പിപ്പതൊന്നുമില്ല. അപ്പോൾ അതിനെയും കൂടെ ഇതിലൊഴിച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണം. നെയ്യും ഈ ശർക്കര പാനിയുടെയൊക്കെ നല്ല മണം വരും കേട്ടോ ഇതിങ്ങനെ വരട്ടി വരുമ്പോൾ. അങ്ങനെ പഴം ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ സമയത്ത് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ റവയും അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. വീട്ടിൽ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പം ചേട്ടൻ വന്ന് ചോദിച്ചു, നീ എന്ത് പായസം വെക്കുകയാണോ എന്ന് കേട്ട് വന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ മണം അങ്ങനെയാണല്ലോ, ശർക്കരയുടെയും നെയ്യിൻ്റെയൊക്കെ മണം കേട്ടപ്പോൾ. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതൊരു അടിപൊളി പലഹാരം ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ചേട്ടന് അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണമെന്ന് തോന്നി. ശരി കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഞാൻ അതിൽ ഒരു ഉരുള അങ്ങനെ പിടിച്ച് കൊടുത്തു കഴിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഉഗ്രൻ. ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പിന്നെ റവയ്ക്ക് വേവ് കുറവാണല്ലോ, നമ്മൾ ഇട്ടിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേകണം. അതിനായി ഉരുള പിടിച്ച് അതിനെ തനിയായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ ചേട്ടന് 2 പീസ് കൊടുത്തപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് ശേഷമാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം. ഇത് നല്ലൊരു തവിയാണ് കേട്ടോ. ഈ തവി ഞാനിപ്പോൾ കന്യാകുമാരി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. ചിരട്ടത്തവിയാണ്. അതിൻ്റെ ഫിറ്റിങ്സ് ഇവിടെ അല്പം ഒരു കോപ്പറിൻ്റെ ഒരു ഫിറ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ സാധാരണ ഇവിടെ ഹോളുണ്ടാവും. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ വാങ്ങിയാൽ ഇത് ഹോളല്ല, ഇതൊരു ഈ വുഡിനെയും ഈ ചിരട്ടയുടെ തോടിനെയും ചേർത്ത് ഒരു കോപ്പറിൻ്റെ പീസ് വെച്ച് ജോയിൻ ചെയ്തൊക്കെയാണ്. കൊള്ളാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അതെ, 110 രൂപയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഷോർട്ടായിട്ട് നന്നായി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ കടായി നല്ല കടായുണ്ട്. ഇവിടെ അധികം പെട്ടെന്ന് അങ്ങനെ ഹീറ്റ് ആവില്ല. ഒത്തിരി നേരമൊക്കെ ഇരുന്നാൽ തന്നെയാണ് ഹീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പിടിക്കാം. അപ്പം നമുക്കിതിൽ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ടും 1 സ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈ മഞ്ഞളിൻ്റെ ഇലയിലാണ് ഈ പലഹാരം ചെയ്യാൻ പോണത്. നിങ്ങൾക്കൊരു പക്ഷേ മഞ്ഞളിൻ്റെ ഇല കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വാഴ ഇലയിലും ചെയ്യും. ഇവിടെയാണ് എനിക്ക് പണി കിട്ടിയത് കേട്ടോ. അതായത് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ മഞ്ഞളിൻ്റെ ഇലയിൽ അട ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്ന് ഇതിലേക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ഓരോന്നും മഞ്ഞളിൻ്റെ ഇലയിലാണ് വെച്ച് പൊതിഞ്ഞെടുത്തത്. എനിക്ക് ഇല കിട്ടിയില്ല കേട്ടോ, വാഴ ഇല. നന്നായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വെന്ത് വന്നപ്പോൾ ഈ മഞ്ഞളിൻ്റെ ആ മണമില്ലേ, പച്ച മഞ്ഞളിൻ്റെ മണം, അത് വായിൽ വയ്ക്കാൻ പറ്റിയില്ല. കാരണം
നമ്മൾ ആദ്യമേ ഇതിൻ്റെ ടേസ്റ്റ് നോക്കി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉഗ്രനായിരുന്നു. അത് വെറുതെ നമ്മൾ ഉരുട്ടി ഒരു പാത്രത്തിൽ വെച്ച് വേവിക്കുകയോ അല്ലെങ്കിൽ ഇലയുടെ പുറത്ത് വെച്ച് വേവിക്കുകയോ അല്ലെങ്കിൽ ഇലയിൽ നമ്മൾ അടച്ചു ചെയ്യില്ലേ, അതുപോലെ അങ്ങനെയൊക്കെ ചെയ്തിരിക്കാമായിരുന്നു. മഞ്ഞളിൻ്റെ ഇല യൂസ് ചെയ്ത് കാരണം അത് പ്രത്യേക ഒരു മണം എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അതുകൊണ്ടല്ലേ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നത്. പക്ഷേ എനിക്കെന്തോ തീരെ പിടിച്ചില്ല. ഇവിടെ ഞങ്ങൾ 4 പേരും കഴിച്ചില്ല. പിന്നെ ഞാൻ വച്ച് പോയി, ഇത്രയും നെയ്യ് കുറേ ഉപയോഗിച്ചു, നല്ല 2 പഴം, റവ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ കഷ്ടപ്പെട്ട സമയം ചിലവാക്കിയല്ലോ. ഞാൻ 2 കഴിച്ചു. പക്ഷേ ചേട്ടൻ തൊട്ടില്ല. മോളും അങ്ങനെ തന്നെ, മോനും അങ്ങനെയാണ്. പക്ഷേ ഞാൻ വീട്ടിലെ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ഒന്നും പറയാതെയാണ് കൊണ്ടു കൊടുത്തത്. അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. പക്ഷേ ആദ്യത്തെ ടേസ്റ്റ് മനസ്സിലാക്കി രണ്ടാമത് വീണ്ടും ഇത് കാണിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പിടിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ മഞ്ഞളല്ല ഇതിന് നല്ലതല്ല. അത് തന്നെയാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം. ഞങ്ങളാരും കഴിച്ചില്ല. പക്ഷേ മോള് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അച്ഛനും അമ്മയൊക്കെ ശരിക്ക് കഴിച്ചു. എൻ്റെ ചേച്ചിയും കഴിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല അങ്ങനെയാണ് പറഞ്ഞത്. എന്തെന്നറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയുന്നത് മഞ്ഞളല്ല ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ പലഹാരം ഉഗ്രനാണ്. അത് വെറുതെ നിങ്ങൾ ഉരുട്ടിയോ അല്ലെങ്കിൽ വേറെ വാഴയിലയിൽ വെച്ചോ നമുക്ക് ചെയ്യാം. പിന്നെ ഇല തികയാതെ വന്നപ്പോൾ ഞാൻ പിന്നെ കുറേ ഉരുളകളൊക്കെ പിടിച്ചിട്ട് ഒരില ഇട്ട് അതിൻ്റെ പുറത്തിൽ ഈ ഓരോ ഉരുളകളായിട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തു. അപ്പോൾ ഇലകളുടെ മുകളിൽ വെച്ച് വേവിച്ചത്, അതായത് കംപ്ലീറ്റായിട്ട് പൊതിയാതെ വെച്ചതൊക്കെ കുറച്ച് കുഴപ്പമില്ലായിരുന്നു. സ്മെല്ല് വളരെ ഇതായിട്ട് കുഴപ്പമില്ലായിരുന്നു. എങ്കിലും ഇല കൊണ്ട് പൊതിഞ്ഞ് വെച്ചതൊന്നും എന്നെക്കൊണ്ടൊന്നും വായിൽ വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളും എല്ലാവരും ഈ പലഹാരം ഒന്ന് ചെയ്ത് നോക്കൂ. മഞ്ഞൾ ഇലയിലല്ല, സാധാരണ വെറുതെ ഉരുട്ടി സ്റ്റീമറിലിട്ട് അങ്ങനെ വേവിച്ചാൽ മതി. വാഴയില കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റായിരിക്കും. ഇല്ല ഒത്തിരി നേരം അത് ശർക്കര പാവിൽ കിടന്ന് വേവുകയാണെങ്കിൽ, റവ വെന്ത് കിട്ടുകയാണെങ്കിൽ അതിനെ വെറുതെ ഉരുട്ടി വേണമെങ്കിലും കഴിക്കാം. അതും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.